1962 ചെറുകാട്ട് ശേഖരൻ സ്ഥാപിച്ച ദ എൻക്വയറി ആൻഡ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന ഈ സ്ഥാപനം കോഴിക്കോട്ടുകാർക്ക് ഏറെ പരിചിതമാണ്. വർഷങ്ങളേറെയായിട്ടും അച്ഛൻ തുടങ്ങിവെച്ച ഈ സ്ഥാപനത്തെ കൈവിടാതെ ഇപ്പോഴും ഉത്സാഹത്തോടെ നടത്തിക്കൊണ്ടുപോവുകയാണ് മക്കളായ ഗോപാൽ രാജ്, സുദർശനൻ, നാരായണനാഥ് എന്നിവർ. ഈ കമ്പ്യൂട്ടർ യുഗത്തിലും കോഴിക്കോട് മിഠായിത്തെരുവിലെ ഈ സ്ഥാപനത്തെ തേടിയെത്തുന്നത് നിരവധി ആളുകളാണ്. ഏറെക്കാലം കോഴിക്കോട് ജില്ലക്കാർക്ക് പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ പോലും നടത്തിക്കൊടുത്തിരുന്നത് ഈ സ്ഥാപനമായിരുന്നു. ഏതാനും നാളുകൾ മുമ്പ് പാസ്പോർട്ട് സംബന്ധമായ കാര്യങ്ങളെല്ലാം സർക്കാർ ഓൺലൈൻ വഴിയാക്കി. ഇത് ഈ സ്ഥാപനത്തിന് ഒരു തിരിച്ചടിയായി. എന്നാലും സർക്കാർ സംബന്ധമായ മറ്റ് രേഖകളെല്ലാം ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാൻ ആളുകൾ ഇപ്പോഴും ഈ ടൈപ്പ് റൈറ്റിംഗ് സ്ഥാപനത്തെയാണ് ആശ്രയിക്കുന്നത്. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തെടുത്ത കാര്യങ്ങൾ 10 വർഷത്തിലധികം സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. എന്നാൽ ടൈപ്പ് റൈറ്ററിൽ ചെയ്തെടുത്ത കാര്യങ്ങൾ വർഷങ്ങളോളം മാഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ കഴിയും. ഈ ഒരു സവിശേഷത കൊണ്ട് തന്നെ ടൈപ്പ് റൈറ്റർ അന്യം നിന്ന് പോകില്ലെന്ന പ്രതീക്ഷയിലാണ് ഗോപാൽ രാജ്. ഇപ്പൊ എല്ലാ പണ്ട കാലത്തൊക്കെ SLC കഴിഞ്ഞാൽ ഉടനെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഒരു വീട്ടിൽ എല്ലാവരും മക്കളെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ടൈപ്പ് റൈറ്ററിന് സ്ഥാനമില്ലാതാണ് പോകുന്നത്. എന്നാലും ഇതിനിടെ നമ്മൾ പേപ്പറിൽ വായിച്ചു റഷ്യയിൽ കമ്പ്യൂട്ടറിന് പകരം ടൈപ്പ് റൈറ്റർ വരാൻ പോകുന്നതും അതിനാൽ ഈ കമ്പ്യൂട്ടറിൻ്റെ ദോഷവശങ്ങളും ടൈപ്പ് റൈറ്ററിൻ്റെ ഗുണവശങ്ങളും നമ്മളെല്ലാം മനസ്സിലാക്കി. അപ്പോൾ എന്താ വെച്ചാൽ ഈ ടൈപ്പ് റൈറ്ററിനെ തീരെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. പണ്ട് കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും പഠിച്ചിരുന്നത് ടൈപ്പ് റൈറ്റിംഗ് ആയിരുന്നു. എന്നാൽ പുതിയ തലമുറ കമ്പ്യൂട്ടറുകളുടെ പിന്നാലെയാണ്. അതുകൊണ്ട് തന്നെ ഈ സഹോദരങ്ങളുടെ കാലശേഷം മിഠായിത്തെരുവിലെ ഈ സ്ഥാപനവും ഓർമ്മയാകും. ഈ അടുത്ത കാലത്ത് ടെലിഗ്രാമും നമ്മോട് വിട പറഞ്ഞു. ഇനി മരണം കാത്തു കിടക്കുന്നത് ടൈപ്പ് റൈറ്ററിന്റെ മണിനാഥമാണ്. മിഠായിത്തെരുവിലെ ടൈപ്പ് റൈറ്റർ സ്ഥാപനത്തിൽ നിന്നും ക്യാമറാമാൻ വിശാഖ് മണാശ്ശേരിക്കൊപ്പം ലീദിയ, ജില്ലാ വാർത്തകൾ.